അപ്പൊ അവിടെ എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് തപസ് ആരംഭിക്കുകയാണ്. കുറേ കാലം ഈ ശൂരപത്മനും മറ്റുള്ളവരും മറ്റു സഹോദരന്മാരും ഒക്കെ ചേർന്ന് വിധിപ്രകാരം ഗുരുപദേശം അനുസരിച്ചിട്ടുള്ള ഉപാസനകളെല്ലാം ചെയ്തുവെങ്കിലും പക്ഷേ ഭഗവത് ദർശനം കിട്ടുന്നില്ല, ശിവദർശനം കിട്ടുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈ ശൂരപത്മാസുരൻ എന്തായി തപസ് മതിയാക്കാമെന്ന് നിശ്ചയിക്കുകയാണ്. എത്ര കാലം കഴിഞ്ഞിട്ടും ഒരു ഭഗവത് അനുഗ്രഹം തനിക്ക് കിട്ടുന്നില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ തുടരുന്നത് എന്ന് ചിന്തിച്ചിട്ടാണ് വേഗം ആ ഹോമകുണ്ഡത്തിലേക്ക് എടുത്തു ചാടിയെന്നാണ്. അപ്പൊ അവിടെ ഒരു വജ്രസ്തംഭം സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ്. അതിലേക്കാണ്, അതിന്റെ ഭാഗത്തായിട്ടാണ് ഹോമകുണ്ഡം. അതിലേക്ക് എടുത്തു ചാടി ആ ശരീരം പിളർന്നു എന്നാണ്. മറ്റൊരു സഹോദരനായിട്ടുള്ള സിംഹമുഖനും തന്റെ ശിരസിനെ മുറിച്ചു മാറ്റി ആഹൂതി ചെയ്യാൻ തയ്യാറാവുമ്പോൾ ആ ശിരസ് മുറിച്ചു മാറ്റുമ്പോൾ പുതിയ ശിരസ് ഉണ്ടാവുകയാണ്. ഇങ്ങനെ ഇവരൊക്കെ തന്നെ വ്യത്യസ്ത രീതിയിൽ ഈ ആത്മാഹുതി ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും പക്ഷെ അതുപോലും കഴിയുന്നില്ല. അവരുടെ ആ തപസ്സിന്റെ കാഠിന്യം കൊണ്ട് അവര് ആ മരണത്തെ പോലും അതിജീവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഹോമകുണ്ഡത്തിലേക്ക് എടുത്തു ചാടിയ അഗ്നികുണ്ഡത്തിൽ തന്റെ ശരീരത്തെ ചുട്ടരിച്ചു കളയാൻ വേണ്ടി ആത്മാഹുതി ചെയ്തതായ ആ ശൂരപത്മനും ശരീരത്തിനൊന്നും സംഭവിക്കുന്നില്ല, വീണ്ടും പൂർവ്വരൂപത്തെ പ്രാപിക്കുകയാണ്. ഇങ്ങനെ ഏറ്റവും ഒടുവിൽ ആ ഭഗവാൻ ദേവീസമേതനായി അംബികാസമേതനായിട്ട് ദർശനം നൽകുകയാണ്. കവർദാബദ്ധചന്ദ്രാദ്ധ സമലംകൃതമസ്തക സ്ഫുരൽ ജടാതടോത്സർപ്പി തടിനീ പരിമണ്ഡിത ഭൂതിഭൂഷിത സർവാംഗോ രുദ്രാക്ഷഭിരാവൃത ആരുഹ്യ ശാക്വരം ദിവ്യം നാനാലങ്കാരശോഭിതം മഹദാകുതായുക്തം മഹത് കന്ധരബന്ധുരം വാദ്യപ്രഭേദേഷ്ഭിത താടിതേഷു തഥാ വൃശം. ആ രുദ്രാക്ഷമാലകളെ ധരിച്ച് ഭസ്മലേപനം ചെയ്ത് സർപ്പങ്ങളെ കൊണ്ടുള്ള ആഭരണങ്ങളെ ധരിച്ച് ആ ഋഷഭത്തിന്റെ ഉപരിയായിട്ട് ഋഷഭത്തിന്റെ മുകളിൽ വിരാജിക്കുന്നതായിട്ടുള്ള ശ്രീപരമേശ്വരനെ കണ്ടു എന്നാണ്. ദേവിയോടുകൂടി ശിവഗണങ്ങളുടെ അകമ്പടിയോടുകൂടിയിട്ടാണ് വേഗം തന്നെ ശൂരപത്മനും മറ്റു സഹോദരന്മാരും ആ മഹാദേവനെ നമസ്കരിച്ചു, സ്തുതിക്കാൻ ആരംഭിച്ചു. ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വരം വേണ്ടത്, എന്താണ് ആഗ്രഹം? അപ്പൊ ഇവിടെ ശൂരപത്മൻ ആവശ്യപ്പെടുകയാണ്, ലോകം മുഴുവനും ഒരു കുടക്കീഴിലാക്കി എന്റെ ഭരണത്തിന്റെ കീഴിലായിരിക്കണം. ദേവന്മാരൊക്കെ എന്റെ മുന്നിൽ എത്തുമ്പോൾ ഭയപ്പെട്ടുകൊണ്ട് നിൽക്കണം. അവരുടെയൊക്കെ ആയുധങ്ങളെ അവരെനിക്ക് പ്രദാനം ചെയ്ത് എന്റെ മുന്നിൽ സേവകന്മാരെ പോലെ വർത്തിക്കണം. ബ്രഹ്മാണ്ടങ്ങളുടെ മുഴുവനും സർവാധിപത്യം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ആവശ്യപ്പെടുന്നത് എന്നാണ്. ഈ ശൂരപത്മാസുരന്റെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു. പക്ഷേ ഭഗവാൻ പറഞ്ഞു, ഒരു നിശ്ചിത കാലയളവ്, അത്ര മാത്രമേ ഇതൊക്കെ നീ ആവശ്യപ്പെട്ടതായ ഈ ബ്രഹ്മാണ്ടങ്ങളുടെ ആധിപത്യം, ഒരു നിശ്ചിത കാലയളവ് അത്രയും അനുവദിക്കാം, അതിൽ കൂടുതൽ പറ്റില്ല എന്നാണ്. പക്ഷെ അത് തന്നെ യുഗപ്രമാണം എന്നാണ് ഇവിടെ പറയണത്, ചെറിയ കാലയളവൊന്നുമല്ല. അത്രയും കാലം നിനക്ക് നിന്റെ ഈ ആഗ്രഹം പോലെ തന്നെ സകലതിനെയും കീഴടക്കി ഭരിക്കാനുള്ള ഒരു പ്രഭാവം ഉണ്ടായിരിക്കും എന്നാണ്. അങ്ങനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആയുധങ്ങൾ, വജ്രതുല്യമായിട്ടുള്ളൊരു ശരീരം, അനേകം അസുര സൈന്യങ്ങൾ, ചതുരംഗ സേനകൾ, അതൊക്കെ ഭഗവാൻ
പ്രത്യേകമായിട്ട് പ്രദാനം ചെയ്തു. ഇനി നീ ആരോട് യുദ്ധം ചെയ്താലും നിനക്ക് വേറെ ഒരു തരത്തിലും നാശമുണ്ടാവില്ല, എന്റെ അനശ്വരമായ ശക്തി കൊണ്ട് മാത്രമേ നിനക്ക് നാശം സംഭവിക്കൂ. അങ്ങനെയാണ് ആ ഭഗവാൻ മഹാദേവൻ വരം കൊടുത്തിട്ടുള്ളത് ശൂരപത്മാസുരന്. അപ്പൊ ശിവാംശമായിട്ട്, ശിവനിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു ദേവന് മാത്രം എന്നാണ്, ശിവാംശമായിട്ടുള്ള ഒരു കുമാരന് മാത്രമേ, അല്ലെങ്കിൽ ഒരു ദേവന് മാത്രമേ ഈ അസുരനെ നിഗ്രഹിക്കാൻ കഴിയൂ, മറ്റാർക്കും തന്നെ അത് സാധ്യമാവില്ല എന്നുകൂടി വരം പ്രദാനം ചെയ്തുകൊണ്ട് അന്തർധാനം ചെയ്യുകയാണ്. അപ്പൊ ശൂരപത്മാദികൾക്ക് വലിയ സന്തോഷമായി. തന്റെ അനുജന്മാരോടുകൂടി അവിടുന്ന് നൃത്തം ചെയ്തുകൊണ്ട് എന്നാണ്, ആയുധങ്ങളൊക്കെ കയ്യിലേന്തി അട്ടഹസിച്ചുകൊണ്ടാണ് മടങ്ങിയത്. തന്റെ ഒപ്പമുള്ളവരോട് പറഞ്ഞു, നമ്മൾ വളരെയധികം കാലം കാത്തിരുന്നിട്ടാണ് നമുക്കിപ്പോ ഈ ഒരു വരം കിട്ടിയത്. ഇനി വേണ്ടതുപോലെ ഭരിക്കുക എന്നാണ്. വേഗം തന്നെ ഈ ശൂരപത്മാസുരൻ തന്റെ സഹോദരന്മാരോടൊപ്പം ആ പിതാവായിട്ടുള്ള കശ്യപന്റെ മുന്നിൽ വന്നു നമസ്കരിച്ചു. എനിക്ക് ആ ശ്രീപരമേശ്വരൻ ഈ ബ്രഹ്മാണ്ടങ്ങളുടെ തന്നെ ആധിപത്യം പ്രദാനം ചെയ്തു. ഇനി എനിക്ക് അങ്ങ് വേണ്ട ഉപദേശങ്ങൾ തന്നാലും, ബുദ്ധിയെ ഉപദേശിച്ചാലും. അപ്പൊ കശ്യപനെ സംബന്ധിച്ചിടത്തോളം ദേവന്മാരും കശ്യപന്റെ തന്നെ പുത്രന്മാരാണ്, കശ്യപന്റെ തന്നെ അംശത്തിൽ വരുന്നവരാണ്. അപ്പൊ ഇനി വരാൻ പോകുന്ന ആപത്തുകളെ മുൻകൂട്ടി കണ്ട കശ്യപൻ പറഞ്ഞു ഈ ശൂരപത്മാസുരനോട്, നിന്റെ ആ പരമ്പരയ്ക്ക്, അസുര പരമ്പരയ്ക്ക് ആചാര്യനായിട്ടുള്ളത് ശുക്രനാണ്, ആ ശുക്രനെ സമീപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിയോഗിക്കുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാവരും ശുക്രാചാര്യരുടെ സമീപത്ത് ചെന്നു, വിനയത്തോടുകൂടി അങ്ങനെ തൊഴുതു നിന്നു. എന്നിട്ട് ശുക്രമഹർഷി ആ ശൂരപത്മനെ സ്വീകരിച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പൊ ശൂരപത്മനോട് മാത്രമായിട്ട് ഇവിടെ ശുക്രൻ കുറച്ച് കാര്യങ്ങളെ ഉപദേശിച്ചു എന്നാണ്. നീ ചില സംഗതികളെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ശരീരം സ്വീകരിക്കുന്ന ജീവൻ, അല്ലെങ്കിൽ ശരീരത്തിൽ ജീവനായിട്ട് പ്രകാശിക്കുന്നത്, അത് ഏതുപോലെയാണ്? ഘടാകാശം, അത് ആ ഘടം ഉടഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ അത് മഹാകാശമായിട്ട് പരിണമിക്കുന്നത്. ഭക്തേ കടേ ഘടാകാശോ മഹാകാശേ പ്രളീയതേ. ഇത് ഒരു വേദാന്തത്തെയാണ് തത്വോപദേശ രൂപേണ പറഞ്ഞു കൊടുക്കുന്നത്. മഹാകാശം, ഘടാകാശം, ഇതൊക്കെ വേദാന്ത വിഷയത്തിൽ നമ്മൾ പ്രതിപാദിച്ചു കാണുന്ന സംഗതിയാണ്. സംഗതി ഇത്രയേ ഉള്ളൂ. ആകാശം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്പേസ്, അതിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു മണ്ണ് കൊണ്ടൊരു പാത്രം ഉണ്ടാക്കി, ഉള്ളുപൊള്ളയായ ഒരു മൺപാത്രം എടുത്തു വച്ചാൽ അതിൻ്റെ ഉള്ളിലും ശൂന്യമായിട്ട് കാണപ്പെടുന്ന ഇടം, അതിന് പറയുന്ന പേരാണ് ഘടാകാശം. കുടത്തിന്റെ, പാത്രത്തിന്റെ ഉള്ളിലുള്ള ആകാശം. അത് ഈ പുറമേയുള്ള ആകാശത്തിൽ നിന്നും വ്യത്യസ്തമാണ്. അതിന് കാരണം ഈ മണ്ണുകൊണ്ടുള്ളൊരു ആവരണം, ഒരു ഉപാധി നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ തൽക്കാലത്തേക്ക്, കുറച്ചു സമയത്തേക്ക് ഇത് വേറെ വേറെയാണ്. പുറമേയുള്ള ആകാശം വേറെ. നമുക്ക് കുറച്ചുകൂടി എളുപ്പം പറഞ്ഞാൽ, നമ്മളൊരു പാത്രം എടുത്ത് ഈ ഒരു ജലത്തില്, ഒരു കുളം, കുളത്തിന്റെ ഇതിലെ പടവില് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കോളൂ. ഒരു പാത്രം എടുത്ത് മുക്കിയിട്ടാൽ എങ്ങനെ ഉണ്ടാവും? കുളത്തിൽ നിറച്ച് ജലമുണ്ട്, വെള്ളമുണ്ട്. നമ്മളൊരു പാത്രം എടുത്ത് ആ വെള്ളത്തിൽ താഴ്ന്ന് കിടക്കാൻ പാകത്തിന് അവിടെ ഇട്ടു. അതിൽ നിറച്ച് വെള്ളമുണ്ട്. അതിങ്ങനെ ആ കുളത്തിലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്.